അതൊക്കെ ആ അതിർത്തികൾ വെച്ചു പുലർത്തിക്കൊണ്ട് മാത്രമേ സൗഹൃദങ്ങൾ പാടുകയുള്ളൂ, പ്രണയം പാടുകയുള്ളൂ, മറ്റ് വ്യാപാരങ്ങൾ, മാനുഷികമായ വ്യാപാരങ്ങൾ പാടുകയുള്ളൂ എന്ന് ആരൊക്കെയോ, അത് ഏത് മതത്തിന്റെ പേരിലായാലും, ന്യൂനപക്ഷ മതങ്ങളായാലും ഭൂരിപക്ഷ മതങ്ങളായാലും ഏത് മതത്തിന്റെ പേരിലും നമ്മുടെ സമൂഹത്തിൽ ചില അജണ്ടകൾ നടപ്പാക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെയൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുള്ള, പാരമ്പര്യ അവബോധങ്ങളെക്കുറിച്ചുള്ള നമ്മുടെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സങ്കല്പങ്ങൾക്കൊക്കെ വിള്ളലുകൾ ഉണ്ടാവുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഓർക്കാവുന്ന ഒരു ബിംബം തീർച്ചയായും വയലാറിന്റേതാണ്. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങളിലും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട ജീവിതത്തിന്റെ ഏതേത് മണ്ഡലങ്ങളെ നാം എടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ ഒരു എഴുത്തുകാരൻ എന്താണ് സ്ഥാനം, ഒരു എഴുത്തുകാരൻ എന്താണ് പ്രസക്തി എന്നുള്ള ചില ചോദ്യങ്ങൾ നാം സ്വയം ചോദിക്കുമ്പോൾ നമുക്ക് വയലാറിന്റെ സംഭാവനകൾ ഉത്തരമായി ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. അതുകൊണ്ട് വളരെ ചുരുക്കത്തിൽ ഒറ്റവാക്കിൽ തന്നെ എന്താണ് വയലാറിന്റെ കാലിക പ്രസക്തി എന്ന് ചോദിച്ചാൽ, മനുഷ്യവിരുദ്ധമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൈതൃക അവബോധങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യ അവബോധം എന്നൊക്കെ പറയുന്നത് വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെടുകയും അത് സങ്കുചിതമായിട്ടുള്ള ഒരു പുനരുത്ഥാനവാദമാണ് എന്ന രീതിയിൽ ആളുകളിലേക്ക് വിനിമയം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പൈതൃകത്തെ, അത് ഭാരതീയമായ പൈതൃകത്തെ നാം എങ്ങനെയാണ് പുനരുത്ഥാനപരമല്ലാതെ നവോത്ഥാനപരമായി നവോത്ഥാന പരിപ്രേക്ഷ്യത്തോടുപോൾ എന്റെ അച്ഛൻ എനിക്ക് പാടി തന്നിരുന്നൊരു പാട്ട്, വയലാറിന്റെ ഏറ്റവും മുത്തശ്ശി ഉണ്ടായിരുന്നു എന്ന പാട്ടാണ്. ഈ പാട്ട് പാടാതെ ഒരുപാട് കാലം ഞാൻ ഉറങ്ങില്ലായിരുന്നു. അത് അതിന്റെ നിഷേധവും ഒക്കെ കടന്നു വന്നിട്ടുണ്ടാവാം. പക്ഷെ ഒരുപോലെ ഹിന്ദുമതത്തിന്റേതായാലും ഇസ്ലാമിന്റേതായാലും ക്രിസ്തീയ മതത്തിന്റേതായാലും അതിന്റെ എല്ലാം അംഗീകൃതമായിട്ടുള്ള മതവിശ്വാസങ്ങൾ, അതിന്റെ ഇതെങ്ങനെയെന്ന് നാം ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ ഇടുങ്ങിയ ചിന്തകൾക്കും ഇടുങ്ങിയ വ്യാപാരങ്ങൾക്കും എതിരായിട്ടുള്ള സർഗാത്മകമായ ഒരു കലാപം എന്ന രീതിയിൽ നമുക്ക് വയലാറിനെ വായിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോ സിനിമ ഗാനരചയിതാവായിട്ട് ചലച്ചിത്ര ഗാന രംഗത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോഴും അവിടെ ഒരുപാട് ഒത്തുതീർപ്പുകൾ ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ്. കോംപ്രമൈസുകളുടെ ലോകം ആണ് അത്. സിനിമയിലെ കഥ, അതിന്റെ വ്യാപാര സാധ്യത, അതിന്റെ സന്ദർഭം, ആ സന്ദർഭത്തിനനുസരിച്ച് എഴുതണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നിബന്ധനകളും നിർബന്ധങ്ങളും ഒക്കെ അദ്ദേഹത്തെ പലപ്പോഴും വരിഞ്ഞു മുറുക്കിയപ്പോൾ പോലും അതിനകത്ത് നിന്നുകൊണ്ട് മലയാളിയുടെ അനുഭൂതിയെ നവീകരിക്കുവാനും മലയാളിയുടെ മനസ്സിന്റെ ഏറ്റവും സ്വതന്ത്രമായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മാനുഷികമായിട്ടുള്ള വികാരങ്ങൾക്ക് എത്രത്തോളം പൊലിമ കൊടുക്കാം. അതുകൊണ്ടാണ് വയലാറിന്റെ ഗാനങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്നും നമ്മുടെ ഗൃഹാതുര സ്മൃതിയായി നിൽക്കുന്നത്. നമ്മുടെ ഗതകാല സ്മൃതിയാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലുള്ള ഓരോ കൽപ്പനാ ഭംഗിയും. ആ ഗാനങ്ങൾ ആകെ പരിശോധിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർമ്മയിലേക്ക് എത്തുന്ന ഗാനങ്ങളെ മുഴുവൻ ഇങ്ങനെ നമ്മൾ ചെകഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കുറെ ചില കൺക്ലൂഷൻസ് ഉണ്ട്. ഈ ഭൂമിയെ സ്നേഹിച്ച, ഇവിടുത്തെ സർഗസൗന്ദര്യങ്ങളെ മുഴുവൻ ആരാധിച്ച, ഈ ഭൂമിയുടെ ഹരിതാഭകളോട് എപ്പോഴും പ്രണയം വെച്ചു പുലർത്തിയിരുന്ന, തന്റെ ഭാവന കൊണ്ട് ഈ ഭൂമിയുടെ എല്ലാവിധ പച്ചപ്പുകളെയും സൗന്ദര്യത്തെയും അനുഭവിക്കുകയും അതിൽ നിന്നൊക്കെ 1000 അനുഭവം. ഈ കവിയെ വാസ്തവത്തിൽ നാം എവിടെയാണ് പ്രതിഷ്ഠിക്കുന്നത്? അദ്ദേഹത്തെ നമ്മൾ സാധാരണ പറയാറുണ്ട് കാൽപ്പനികതയെയും വിപ്ലവത്തെയും കൂട്ടി ഇണക്കിയ കവി എന്ന്. അങ്ങനെയാണ് വയലാറിനെ അക്കാഡമിക് നിരൂപകന്മാരും ഒക്കെ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വിലയിരുത്തലുകളിലും ഒക്കെ അദ്ദേഹത്തെ സംഗ്രഹിക്കാറുള്ളത് അങ്ങനെയാണ്. അങ്ങനെ കേവലം ആ സംഗ്രഹത്തിന്റെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലാൻ നമ്മുടെ നിരൂപണത്തിന് പലപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പരിമിതി, നമ്മുടെ പരിമിതി.
ഒരു കവിയെ നാം വായിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ വായിക്കാം, എങ്ങനെ മനസ്സിലാക്കാം എന്നിടത്ത് മലയാള നിരൂപണം പലപ്പോഴും അതിന്റെ പരിമിതികളാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് വയലാർ ഇന്നും നമ്മളെ സ്വാധീനിക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം മനുഷ്യനായിരുന്നു വയലാറിന്റെ ഒബ്സഷൻ. മനുഷ്യനെ കുറിച്ച് പാടി മതിവരാതെ കടന്നുപോയ കവിയാണ്. അതുകൊണ്ട് തന്നെയാണ് വയലാർ ഇന്നും പ്രസക്തനാവുന്നത്. കാരണം നമുക്ക് വല്ലാതെ മനുഷ്യത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മൃഗങ്ങളായി മാറുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കസാൻ സാക്കീസിന്റെ സ്വബാധ ഗ്രീക്കിലെ കഥാപാത്രത്തെ പോലെ ഭൂമിക്കും ആകാശത്തിനുമിടയിൽ ബലൂണുകളെ പോലെ ശോഭ എന്ന കഥാപാത്രം അതിന് കടൽക്കരയിൽ വെച്ച് ഒരു ഷൂസ് കിട്ടുകയാണ്. ആ ഷൂസ് ഈ കാറ്റ് നിറച്ച ഒരു ഷൂസ്, അങ്ങനെയാണ് അതിന്റെ ഒരു ചിത്രീകരണം. അപ്പൊ അതൊന്ന് ഇട്ട് നോക്കിയിട്ട് ശോഭ ഒന്ന് ചാടുകയാണ്. ചാടുമ്പോൾ മേലോട്ട് പൊങ്ങിപ്പോകുന്നു. നേരെ പോയി വീണ്ടും ശക്തിയോടെ താഴെ വന്ന് തട്ടി വീണ്ടും പൊങ്ങുകയാണ്. ഇങ്ങനെ ഭൂമിക്കും ആകാശത്തിനുമിടയിൽ എവിടെയും നിൽക്കാനാവാതെ പൊങ്ങിയും താണും പൊങ്ങിയും താണും ഇരിക്കുന്ന ശോഭയെ പോലുള്ളവരായി, അതുപോലെ തന്നെ ദംഷ്ട്രകളുള്ളവരായി, നമ്മുടെ എല്ലാ മതബോധവും മനുഷ്യവിരുദ്ധമായി, നമ്മുടെ സ്വതന്ത്രമായ അനുഭൂതികൾക്ക് തടസ്സം നിൽക്കുന്ന തരത്തിൽ, സ്വതന്ത്രമായ വ്യാപാരങ്ങൾക്ക്, മാനുഷികമായിട്ടുള്ള എല്ലാ ഭാവങ്ങൾക്കും എതിര് നിൽക്കുന്നതായി ഒരുപാട് അതീശത്വങ്ങൾ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ തന്റെ അനുഭൂതി, തന്റെ സർഗസവിശേഷത കൊണ്ട് മനുഷ്യനെ കേന്ദ്രമായി വീണ്ടും വീണ്ടും മനുഷ്യനെ കുറിച്ച് പാടിയ ഒരു കവി തീർച്ചയായും പ്രസക്തനായി തീരുന്നു. ആ കവിയെക്കുറിച്ചുള്ള, ആ കവിയുടെ ഭാവനയെക്കുറിച്ചുള്ള വായനകൾ, ആ കവി നമുക്ക് തന്ന ഇമേജുകൾ, താടകയും രാവണപുത്രിയും ഒക്കെ ആകുന്ന ഇമേജുകൾ, ഹൈമവത ഭൂമിയും എല്ലാം, ആ കവി എന്തെല്ലാം ഇടങ്ങൾ നമുക്ക് തന്നുപോയിട്ടുണ്ട്, ആ കവി എന്തെല്ലാം ചിത്രങ്ങൾ നമുക്ക് തന്നുപോയിട്ടുണ്ട്. അതൊക്കെ വായിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പൈതൃകത്തിലേക്ക് വളരെ മാനുഷികമായിട്ടുള്ള ശക്തിയോടുകൂടി നമ്മുടെ ഇന്നലകളിലേക്ക് പോവാൻ സാധിക്കും. അതുപോലെ തന്നെ മനുഷ്യനെ കുറിച്ചുള്ള ഉദാത്ത സങ്കല്പങ്ങളോടുകൂടി നമുക്ക് ഭാവിയിലേക്കും സഞ്ചരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും.